ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 40 കൊല്ലമായില്ലേ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട്? ഏകദേശം അവരായി 38. നിങ്ങളെ രണ്ടും പേരും ഒരേ പ്രൊഫഷനുമാണ്. എപ്പോഴെങ്കിലും ഒരു ഈഗോ ക്ലാഷ് മാതിരി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈഗോ ക്ലാഷ് എന്ന് തോന്നാനില്ല അങ്ങനെ. ബിക്കോസ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ചില അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടേതായിട്ട് എനിക്ക് ഇത്ര കഴിവുണ്ട്, എനിക്ക് ദിസ് ഇസ് മൈ ഏരിയ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, അതുപോലെ ലിമിറ്റേഷൻ. അതെ, എനിക്ക് ഇത്രയുണ്ട്, ദിസ് ഇസ് വേർ ഐ ക്യാൻ ഷൈൻ, ഐ ക്യാൻ ബി കംഫർട്ടബിൾ. അതുപോലെ ഇപ്പം എനിക്ക് എന്താ ചെയ്യാൻ കഴിവുള്ളതെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യും. അതേപോലെ അങ്ങോർക്ക് എന്താ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാം. സോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇത്ര കാലമായി പോയില്ലേ. ഇപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് അല്ലേ? അപ്പോൾ ശരി, ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തോളൂ, നീ അത് ചെയ്തോ. അപ്പോൾ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതായത് ഞാൻ എൻ്റെ ഇതാണെന്ന് അങ്ങനെ ലൈഫിൽ അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തിട്ട് നല്ലൊരു അനുഭവമായിരുന്നു എപ്പോഴും. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ല ഞാനിത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ, ബിക്കോസ് ഇറ്റ്സ് യുവർ ഏരിയ, ഇറ്റ്സ് ബെറ്റർ യു ഡു ഇറ്റ് എന്ന് അങ്ങനെ ഓട്ടോമാറ്റിക്കായി തോന്നും. അല്ല എന്നോട് പറയാം, അല്ല ഈ ഇത് ചെയ്തി നീയേ ചെയ്തോ, അങ്ങനെയൊക്കെ ആയിരിക്കും അത് കുറച്ചുകൂടി അങ്ങനെ. അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും അന്യോന്യം വിട്ടുകൊടുത്ത് ചെയ്യും. അന്യോന്യം അറിഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ചെറുപ്പകാലത്തെ ഒന്നിച്ച് ജീവിച്ചത് കൊണ്ട്. പ്രൊഡക്ഷൻ എന്ന് വരുമ്പോൾ പിന്നെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, റിഹേഴ്സൽ ഷെഡ്യൂൾ, സ്കെഡ്യൂൾ, പൊളിറ്റിക്കലി, അതെ, അങ്ങനെ ചിലതൊക്കെ ഞാൻ മേൽനോട്ടം ഞാൻ ഏറ്റെടുക്കും. ബിക്കോസ് അതൊക്കെ കുറച്ച് അതിൻ്റെ ദി അതർ സൈഡ് ഓഫ് ഇറ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ഓഫ് ഇറ്റ്, പിന്നെ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ടൂറിങ്, വാട്ട് എവർ കോൺടാക്ട്സ്, അതൊക്കെ ഇങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല. അഥവാ എനിക്ക് വല്ല ഹെൽപ്പ് ആണെങ്കിൽ അല്ല ആസ്കിം. സോ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അവർ പറയും. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് അല്ല ഈ കളർ ബെറ്റർ ആയിരിക്കും, അത് ബെറ്റർ ആയിരിക്കും, അങ്ങനെ ചെയ്യും. ഈ അപ്ഡേറ്റിംഗ് എന്ന് പറയില്ലേ, ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഒരുമാതിരിയാണ്, പിന്നെയും അത് നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴോ ഇല്ല ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴോ ഒരുമാതിരിയുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലി അങ്ങനെ മാറിക്കൊണ്ട് വരുന്നില്ലേ? ഇപ്പോൾ ഉള്ള ശൈലി, നിങ്ങളുടെ ശൈലി ഇനിയും നല്ല ഒരു പഴയ ഇതിലും ഉണ്ട്. യു ആർ ഓൾസോ എക്സ്പെരിമെന്റിങ് വിത്ത് ഇത്. ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ശൈലി എങ്ങനെയുണ്ട്? അതായത് ഒരു ഇന്ത്യൻ ഡാൻസിന്റെ പ്രത്യേകിച്ച് ചെന്നൈയിലും ഭരതനാട്യം നോക്കുകയാണെങ്കിൽ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. ഇന്നത്തെ തലമുറകൾ, ഞങ്ങളുടെ ട്രെയിൻ ചെയ്ത തലമുറകളിൽ അവർക്കൊക്കെ പുതിയ പുതിയ അനുഭവങ്ങൾ കൊണ്ടും പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ നന്നായിട്ട് ഇപ്പോൾ നോക്കിയാൽ ചില എല്ലാവരും അല്ല, ചില കുട്ടികളുടെ പ്രൊഡക്ഷൻസ് കണ്ടാലും അവരുടെ പെർഫോമൻസ് കണ്ടാലും ഞങ്ങൾ തോന്നുന്നുണ്ട് അവരൊക്കെ വളരെ നന്നായി ചെയ്തത്. ഇപ്പം ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഗുരുനാഥൻ്റെ അതിൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് ഉയർന്നു. ഇപ്പം ഞങ്ങളിൽ നിന്നും ഞങ്ങൾ ചില കുട്ടികളൊക്കെ ഞങ്ങളെ കാട്ടും ഉയർന്നു വരുന്നുള്ളൊരു ബോധമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞങ്ങളത് വി ഓൾസോ അപ്രീഷിയേറ്റ് ഇറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന അതെ കുറേ നല്ല ശിഷ്യന്മാർ ഞങ്ങൾക്കുണ്ട്. അവരൊക്കെ പുതിയതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ച് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും. അയ്യോ ഇത്രയൊക്കെ നന്ദി. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ കുറച്ച് ഒരു 5-6 മാസം മുമ്പേ ഞങ്ങളൊരു പ്രധാന ശിഷ്യ ശ്രീലത വിനോദ് എന്ന് പറഞ്ഞിട്ട് ശിലപ്പതികാരം രണ്ടേ രണ്ട് കുട്ടികൾ, ഞങ്ങൾ വേറൊരു ബോയ് വേറൊരു ആൺകുട്ടിയും അവൾ മാത്രം 2 പേര് വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ അവൾ ചെയ്തു. കലാക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പ്രസൻ്റൊക്കെ ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ പുതിയ ഒരു ഞങ്ങളിൽ നിന്നും ഒരു പുതിയ ഡയമെൻഷൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവളതിൽ. ഞങ്ങൾക്കൊരു ഒരു പ്രത്യേക സന്തോഷം, പ്രൈഡ്, ഞങ്ങൾക്കൊരു അഭിമാനിക്കാന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സീനില് ഭരതനാട്യം വളരെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാനൽസിന്റെയും മീഡിയയുടെയും എപ്പോഴും ഉണ്ടാവും, എപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കലകൾ വളരെ വളരെ അഗാധമായിട്ടുള്ള ഒരു റൂട്ടിലുള്ളതാണ്. അതിൻ്റെ വേര് എന്നും നശിക്കാത്തതാണ്. എന്ത് വന്നാലും അപ്പം സൂപ്പർഫിഷ്യലിൽ ചിലതൊക്കെ കാണും, എങ്കിലും ഈ ഭരതനാട്യമോ അല്ലെങ്കിൽ നമ്മുടെ കർണാടക സംഗീതമോ എന്നേക്കും നിലനിൽക്കും. അത് നന്നായിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ കർണാടക സംഗീതം നോക്കുകയാണെങ്കിൽ കൂടി എത്രയോ സിനിമ മ്യൂസിക്കുകൾ വരുന്നുണ്ട്, വെസ്റ്റേൺ മ്യൂസിക് ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്താലും
ആ കർണാടക സംഗീതം കേൾക്കുമ്പോഴുള്ള സുഖം അത് എന്നും നിലനിൽക്കും.